നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. വെങ്കടേഷ് ബാബു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ. അവന് ബോട്ടുകളോട് അഗാധമായൊരു പ്രണയമാണ്. ആ പ്രണയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയണ്ടേ? അതിൻ്റെ അവസാനം ഉണ്ടായ സംഭവവികാസങ്ങൾ നിങ്ങൾക്കറിയണ്ടേ? അതായത് 1996 ജൂൺ 3-ന് അദ്ദേഹത്തിൻ്റെ അമ്മ പ്രസവ വേദനയെ തുടർന്ന് A47 എന്ന് പറഞ്ഞ ബോട്ടിൽ പെരുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവരുടെ ബന്ധുമിത്രാദികൾ ഭർത്താവെല്ലാം ഉൾപ്പെടെ കയറി. പക്ഷേങ്കിൽ കരയെത്തുന്നതിന് മുമ്പ്, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഈ ബോട്ടിൽ തന്നെ അവർ പ്രസവിച്ചു. പ്രസവിച്ച ആ കുട്ടിയുടെ പേരാണ് വെങ്കടേഷ് ബാബു. ചെറുപ്പം മുതലേ ഈ കഥ കേട്ട് വളർന്ന വെങ്കടേഷ് ബാബുവിന് ബോട്ടുകളോട് അഗാധമായൊരു പ്രണയമായിരുന്നു. ആ പ്രണയം മൂത്ത് പല തസ്തികകളിലും, അതായത് ഈ പറഞ്ഞ പോലെ താൽക്കാലിക തസ്തികകളിൽ അദ്ദേഹം ജോലി ചെയ്തു വരികയായിരുന്നു. അവസാനം ക്ലൈമാക്സ് അവിടെയാണ്. അവസാനം അദ്ദേഹത്തിന് PSC വഴി ബോട്ടുകളിലെ ലഷ്കർ എന്ന് പറയുന്ന തസ്തികയിൽ ജോലി കിട്ടി. അതായത് ബോട്ടിൻ്റെ ഓപ്പറേറ്റർ, അതാണ് സംഭവം, ജോലി കിട്ടി. അപ്പോൾ ഈ ആത്മബന്ധം, ഈ ബോട്ടിനോടുള്ള ആത്മബന്ധം ഇദ്ദേഹം ആ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു, ജല അതോറിറ്റിയെ അറിയിച്ചു. അറിയിച്ചപ്പോൾ അവർ അതേ ബോട്ടിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. ആ A47 എന്ന് പറയുന്ന ബോട്ട് ഇപ്പം ആലപ്പുഴയിലാണുള്ളത്. അവിടെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ആ ബോട്ടിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അങ്ങനെ ബോട്ടും വെങ്കടേഷ് ബാബുവുമായിട്ടുള്ളൊരു ആത്മബന്ധം വീണ്ടും തുടരുകയാണ്. വളരെ വ്യത്യസ്തമായി തോന്നിയില്ലേ? അത്ഭുതമായി തോന്നിയല്ലേ? അത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ അതേ ബോട്ടിൽ അപ്പോയിൻമെൻറ്റ് മേടിക്കുക, ഒരു ബോട്ടിൽ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അത്ഭുതമാണ്. അതേപോലെ തന്നെ അതേ ബോട്ടിൽ ഈ പറഞ്ഞ പോലെ അല്ലേ, അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി, വളരെ അത്ഭുതകരമായിട്ട് തോന്നി അല്ലേ. താങ്ക് യു.